ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഡേറ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. വാട്ട് ആം ഐ ഡൂയിങ് ഇൻ ട്രിവാൻഡ്രം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറയാമെന്ന് പറഞ്ഞെങ്കിലും വീഡിയോയുടെ കാര്യം മൂടില്ലായിരുന്നു. അപ്പം വി ആർ ബാക്ക് വിത്ത് അനദർ ഡേ ഓഫ് വ്ലോഗിങ് ആൻഡ് വീക്കിലി എടുക്കേണ്ട 2 days റെസ്റ്റ് ഇന്നലെയും മിനിങ്ങാന്നുമായിട്ട് എടുത്തു. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും വർക്കൗട്ട് റീസ്റ്റാർട്ട് ചെയ്യുവാണ്. റീസ്റ്റാർട്ട് മീൻസ് റെസ്റ്റ് ഡേ കഴിഞ്ഞിട്ടുള്ള വർക്കൗട്ട്. കുറച്ച് കാര്യങ്ങൾ, ഒന്ന്, ഐ എം ട്രൈങ് ടു റെഡ്യൂസ് മൈ ഫോൺ ടൈം. കാരണം എനിക്ക് സ്ക്രീൻ ടൈം ഞാൻ നോക്കുമ്പോഴത്തേക്കും കമ്പാരിറ്റീവ്ലി ഇച്ചിരി ലോങ് ആണ്, നല്ല രീതിയിൽ ലോങ് ആണ്. 10 to 12 hours ഒക്കെ ആവറേജ് ആണ് കിടക്കുന്നത്. അതിലൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പം നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കാൻ നോക്കിയാൽ പോലും നമുക്ക് എന്തെങ്കിലും കൺസ്യൂം ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. എന്തെങ്കിലും കണ്ടൻറ്റ് കൺസ്യൂം ചെയ്യണം, അങ്ങനത്തെ ഒരു ടെൻഡൻസിയാണ്. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു മൂവി ക്ലിപ്സ് കണ്ടുകൊണ്ടിരിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ ആണെങ്കിൽ തന്നെ അത് നമുക്ക് അങ്ങനെ ടൈം വേണേൽ മാറ്റി വെക്കണം. അതല്ലാണ്ട് ലൈക്ക് എപ്പോഴും ഐ ഫീൽ ലൈക്ക് ഐ എം ടു മച്ച് ഇൻ ടു സോഷ്യൽ മീഡിയ ആൻഡ് ഓൾ ദോസ് തിങ്സ്. ഈ വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളും അല്ല ഞാൻ പറയുന്നത്, ലൈക്ക് കണ്ടൻറ് കൺസംഷൻ, അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ അത് മാക്സിമം ഫോൺ ഇപ്പം സ്ക്രീൻ ടൈം എങ്ങനെയും കുറയ്ക്കുന്നതിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വാട്ട് ആം ഐ ഡൂയിങ് ഹിയർ? സോ ഐ റിസീവ്ഡ് ആൻ ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഞാനിപ്പം കാര്യമായി മുതലെടുക്കുകയാണ്. അവർ പല ഡിപ്പാർട്ട്മെൻറ്റുള്ളവരുണ്ട്. സൈബർ സെക്യൂരിറ്റി ആയിരുന്നു എൻ്റെ മെയിൻ ഡൊമെയിൻ. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ഡിജിറ്റൽ ഫോറൻസിക്സ് ആണ് എൻ്റെ ശരിക്കുള്ള താല്പര്യം. പക്ഷേ ഡിജിറ്റൽ ഫോറൻസിക്സിലോട്ട് കയറി പറ്റുക എന്ന് പറയുന്നതും ജോബ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നതും ഒക്കെ അത്യാവശ്യം നല്ല കുറവാണ്. ഒരു സീനിയർ റോളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ മേ ബി ഇറ്റ്സ് പ്രാക്ടിക്കലി പോസിബിൾ. പക്ഷേ അല്ലാത്ത പക്ഷം നമ്മൾ എല്ലാ ഡൊമൈനിലും ഒരു ജനറലിസ്റ്റ് ആയേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് മിക്ക കമ്പനിയിലും സൈബർ സെക്യൂരിറ്റിയിൽ ഇപ്പോൾ ആൾക്കാരെ നോക്കുന്നത്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡെവലപ്മെൻറ്റിൽ തന്നെ പല ഇത് കാണുമല്ലോ, പല ലാംഗ്വേജസ് അല്ലെ പല ഫ്രെയിം വർക്ക്, അങ്ങനത്തെ പല ഇത് കാണുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഒരു കമ്പനി കയറുമ്പോൾ സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ കാര്യം ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്ന ഡെവലപ്പർ ആയിരിക്കണം അല്ലെ ഇന്ന ഫ്രെയിം വർക്ക് ആയിരിക്കണം, അങ്ങനത്തെ ഒരു സംഭവം ചോദിക്കാൻ വരും. ആ സ്പെസിഫിക് ആയിട്ട് കാര്യം മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. പക്ഷേ സൈബർ സെക്യൂരിറ്റിയിൽ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ജോബ് റോൾ ഓപ്പൺ ആണെങ്കിൽ പോലും അവരെപ്പോഴും നോക്കുന്ന ഒരു ജേർണലിസ്റ്റിനെയാണ്. അതായത് ആ കാര്യം ചെയ്യാനറിയാം, ഇതും ചെയ്യാനറിയാം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാനറിയാവുന്ന ഒരാളെയാണ്. അപ്പോൾ ഇത് ഞാൻ പലരുടെ അടുത്തുനിന്ന് നേരത്തെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. ചില ഡെവലപ്പേഴ്സ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, ചിലർ സ്വന്തം കമ്പനി സ്റ്റാർട്ട് ചെയ്തവർ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോഴും വേറെ കുറേ അങ്ങനെ തന്നെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇവിടെ വർക്ക് ചെയ്യുന്നവർ പല ഡൊമൈൻസിനെ പറ്റി നല്ല നോളജ് ഉള്ളവരുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ കൂടെ ഇരുന്ന് അവർക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളോട് പഠിപ്പിച്ച് തരുവാണ്. 6 months ഞാനിവിടെയുണ്ട്. 6 months ഇൻറ്റേൺഷിപ്പിൽ മാക്സിമം പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഗോളെന്ന് പറയുന്നത്. ഇത് കൊണ്ടുപോകാനുള്ളതാണ്, വർക്കിനിടയ്ക്ക് കുടിക്കാനുള്ള ഷേക്ക്. ദിസ് റൈറ്റ് ഹിയർ ഈസ് ആൻ ഓട്ട് മീൽ വിത്ത് നോ പ്രോട്ടീൻ പൗഡർ. ഒരു ഇച്ചിരി ഒരു ബ്രൗൺ ഷെയ്ഡ് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു പീസ് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ബട്ട് വൈ നോ പ്രോട്ടീൻ പൗഡർ? അതായത് ഇവിടെ മൂവ് ചെയ്തിട്ട് ഒത്തിരി ദിവസമായിട്ടില്ല. കഴിഞ്ഞ ഫ്രൈഡേ ആണ് ഇങ്ങോട്ട് മൂവ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഡയറ്റ് സെറ്റ് ചെയ്യാൻ നേരം ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണ്, ഞാൻ ബഡ്ജറ്റും സെറ്റ് ചെയ്യും. അപ്പോൾ എനിക്കറിയാം ഒരു മാസം ഞാൻ എൻ്റെ ഫുഡിൽ നിന്ന് ഇത്ര ആയിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. അത് 100% ഷുവറാണ്. ഇപ്പം വേറൊരു കാര്യമുണ്ട്, ലുലുവിൽ ഞാൻ പോയെടുത്തേക്കുന്ന പ്രൈസിങ് ചിലത് ഓഫർ പ്രൈസിങ്ങാണ്. മുട്ടയുടെ എഴുതിയേക്കുന്നത് ഓഫർ പ്രൈസ് എഴുതിയേക്കുന്നത്, പക്ഷേ അത് തന്നെയാണ് തോന്നുന്നു അവിടെ വെക്കുന്നത്. അപ്പം അങ്ങനെ നോക്കിയാൽ ഒരു മുട്ടയ്ക്ക് ബ്രൗൺ എഗ്ഗിന് 6 point something വരുന്നുള്ളൂ. അത് മാറുവാണെങ്കിൽ മാത്രം ചെറിയ വേരിയേഷൻസ് വരും, അല്ലാത്ത പക്ഷം ദ കോസ്റ്റ് റിമെയിൻസ് ദ സെയിം. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ തിലാപ്പിയയ്ക്ക് വിലക്കുറവാണ്. അത് തന്നെ മാരിനേറ്റഡ് തിലാപ്പിയും മേടിക്കാൻ കിട്ടും. അപ്പോഴും ബാക്കിയുള്ള മീറ്റ് പീസസിനെ കമ്പയർ ചെയ്യുമ്പം കുറവാണ്. സോ പുതിയ ഡയറ്റായിട്ട് എഴുതണം. അപ്പോൾ ഡയറ്റായിട്ട് എഴുതുന്നതിന് മുന്നേ ഡയറ്റ് നേരത്തെ തന്നെ ഇച്ചിരി സെറ്റ് ആകുമെന്നോർത്ത് ഞാൻ മേടിച്ച് വെച്ച കുറച്ച് സാധനങ്ങൾ, അതായത് ബീഫ് ഞാൻ നല്ല രീതിയിൽ മേടിച്ച് വെച്ചായിരുന്നു. ഒരു 1.5 kilo അടുത്ത് മേടിച്ചു. അതുപോലെ തന്നെ ചിക്കൻ്റെ തൈസ്, കാരണം എനിക്കിപ്പോൾ ഫാറ്റ്സ് അത്യാവശ്യം കൂടുതൽ വേണം. അപ്പോൾ ഫാറ്റ്സ് അത്യാവശ്യം ഫുഡിൽ നിന്ന് തന്നെ ഹോൾ ഫുഡ്സിൽ നിന്ന് തന്നെ കവറായി പോകുന്ന രീതിയിൽ അതുകൊണ്ട് ഞാൻ ചിക്കൻ ബ്രസ്റ്റ് യൂസ് ചെയ്തില്ല, ചിക്കൻ തൈസ് യൂസ് ചെയ്തു. അപ്പം അങ്ങനെ മേടിച്ച് വെച്ച കുറച്ച് ഫുഡുകൾ മിച്ചമിരിപ്പുണ്ടായിരുന്നു. തൈസ് നാളെയും കൂടെ എടുത്താലേ തീരുള്ളൂ. ഇന്നലെ എടുത്തു, ഇന്നെടുത്തു. ആൻഡ് വൈ പ്രോട്ടീൻ പൗഡർ എന്നുള്ള ക്വസ്റ്റ്യന് പോലും അതിലാണ് ഉത്തരം കിടക്കുന്നത്. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു പീസ് തൈ എടുത്ത് കഴിക്കണം. 4 പീസ് തൈയാണ് വെച്ചേക്കുന്നത്. അപ്പം ഫുഡ് അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഇരിക്കുന്ന തൈസ് തീർത്തിട്ട്
പിന്നെ ഫ്രിഡ്ജിനകത്ത് കുറച്ച് മുട്ട മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ കുറച്ച് മുട്ട തീർത്തിട്ട് അടുത്ത ദിവസം ബീഫ് എടുക്കുക, ബീഫ് വെച്ച് തീർക്കുക. അപ്പോൾ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ലെറ്റ്സ് സേ തൈസ് ഞാൻ ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്തു. അപ്പോൾ തൈസിൽ 1.5 കിലോ ഉണ്ടെങ്കിൽ ഈ 2-3 ദിവസത്തേക്ക് എങ്ങനെ ഫുള്ള് വേറെ പ്രോട്ടീൻ സോഴ്സ് ഒന്നും എടുക്കുന്നില്ല, തൈസിൽ നിന്ന് മാത്രം എങ്ങനെ പ്രോട്ടീൻ എടുക്കാം. ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്കും ബീഫ് എടുത്തിട്ട് എങ്ങനെ ബീഫിൽ നിന്ന് മാത്രം ഒരു 3-4 ദിവസം അത് തീർക്കുന്ന രീതിയിൽ. സോ വെൻ ഐ ഫിനിഷ് ഓൾ ദീസ് ഫുഡ്സ് ഐ ഹാവ് വിത്ത് മീ, ആ ഒരു ടൈം ഫ്രെയിം കൊണ്ട് ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഡയറ്റ് എഴുതി കംപ്ലീറ്റ് ചെയ്യും. എൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്നുള്ളത് ഞാൻ പ്രോപ്പറായിട്ട് ഞാൻ എഴുതും. അത് കഴിഞ്ഞിട്ട് ലുലുവിൽ ഒന്നുകൂടെ പോകും. പിന്നെ ഈ ലുലുവിൽ പോകുമ്പോഴത്തെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കുന്ന എല്ലാ ഫുഡുകളും ഒരു 3 or 4 ഡേയ്സിന് വേണ്ടിയുള്ളതായിരിക്കും. ഒത്തിരി നാളത്തേക്ക് വേണ്ടി ഷെൽഫ് ലൈഫ് എല്ലാ ഫുഡിനും ഒത്തിരി കാലത്തേക്കില്ല. അപ്പോൾ ഈ റൈസും സാധനം മാത്രമേ ഉള്ളൂ ഇച്ചിരി തൂക്കം കൂടുതൽ മേടിച്ച് വെച്ചാലും കുറച്ച് നാൾ ഇരിക്കുന്നത്. മീറ്റ്, എഗ്ഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മോസ്റ്റ് പ്രോബ്ലി ഞാൻ ചെയ്യാൻ പോകുന്നത് മേടിക്കും. 3 or 4 ഡേയ്സിനുള്ളത് എക്സാക്ട്ലി ഞാൻ പ്ലാൻ ചെയ്യും. അപ്പോൾ എൻ്റെ ഡയറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയാമായിരിക്കില്ല, ഒരു ദിവസം ഇത്ര മുട്ട, ഇത്ര ചിക്കൻ. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഒരു 3 or 4 ഡേയ്സിനകത്തേക്ക് എനിക്ക് എത്ര വേണം, അങ്ങനത്തെ എമൗണ്ട് കറക്റ്റായിട്ട് ഞാൻ പോയി മേടിച്ചുകൊണ്ട് വരും. ആ മേടിച്ചുകൊണ്ട് വരുന്ന എമൗണ്ട് കറക്റ്റായിട്ട് ആ 3 or 4 ഡേയ്സിനുള്ളിൽ നമ്മൾ കറക്റ്റ് ഡയറ്റ് എല്ലാം ഫോളോ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആ സമയമാകുമ്പോൾ തീരും. അപ്പം ഫുഡ് വേസ്റ്റേജും ഇല്ല, മണി നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ഈ പറഞ്ഞ 3 or 4 ഡേയ്സ് കഴിഞ്ഞിട്ട് എനിക്കിപ്പോൾ വീക്ക്ലി ഉള്ളതിൽ റെസ്റ്റ് ഡേയ്സ് 2 ഡേയ്സ് എനിക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ എനിക്ക് തോന്നുകയാണ് നാളെ എനിക്ക് റെസ്റ്റ് ഡേ എടുക്കാം. അങ്ങനെയാണെങ്കിൽ ആസ് ലോങ് ആസ് ഐ ട്രെയിൻ ഫോർ 5 ഡേയ്സ് ആൻഡ് ടേക്ക് 2 ഡേയ്സ് റെസ്റ്റ്, ദാറ്റ്സ് അബ്സല്യൂട്ട്ലി ഓക്കെ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് 3 or 4 ഡേയ്സ് ഫുഡ് കഴിഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ നാളത്തേക്ക് എനിക്ക് ഫുഡില്ല. അങ്ങനെയാണെങ്കിൽ ഈ 4th ഡേയിൽ ഞാൻ ജിമ്മിൽ പോകത്തില്ല, ജോലി കഴിഞ്ഞിട്ട് നേരെ ലുലു പോവും. എന്നിട്ട് വീണ്ടും ഈ പറഞ്ഞ പോലെ 3 or 4 ഡേയ്സിന് വേണ്ടിയുള്ള പർച്ചേസ് ചെയ്തുകൊണ്ട് വരും. സോ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഡയറ്റ് വിൽ ബി മെയ്ഡ് സൂൺ. മേക്ക് ഷുവർ ദാറ്റ് യു സബ്സ്ക്രൈബ്. കാരണം ഞാൻ ആ ഡയറ്റ് മോസ്റ്റ് പ്രോബ്ലി എനിക്കൊരു റെസ്റ്റ് ഡേ വല്ലോ അങ്ങനെ ഉള്ളപ്പോഴാണ് ഞാനത് ചെയ്യുന്നതെങ്കിൽ ഡയറ്റ് ഞാൻ ലൈവായിട്ട് ക്രിയേറ്റ് ചെയ്യുമായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അത്രയും ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ എന്നാണേലും ബഡ്ജറ്റിങ്ങിൻ്റെ കേസ് നിങ്ങളെ ഞാൻ കാണിക്കും. ഇപ്പോൾ ഓൾറെഡി ഞാനിവിടെ കൗണ്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലുലുവിൽ പോയപ്പം ഞാൻ എന്തിൻ്റെയൊക്കെ നോക്കി വെച്ചെന്ന് ഞാൻ പറയാം, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഞാൻ അന്ന് പോയപ്പം ചിക്കൻ ബ്രസ്റ്റ് 440 പെർ കിലോ, തൈസ് 345 പെർ കിലോ, സ്റ്റേക്കിൻ്റെ സെർലോയിൻ പീസിന് 530 പെർ കിലോഗ്രാം, നോർമലാണെങ്കിൽ 429 പെർ കിലോഗ്രാം. പിന്നെയാണ് തിലാപ്പിയ ഫിഷിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞത്, അത് 220 പെർ കിലോഗ്രാം. അത് തന്നെ നമുക്ക് കട്ടിങ് ക്ലീനിങ്ങിനൊക്കെ ഫിഷിന് അത്യാവശ്യം ടൈം വരും. പിന്നെ അതിൻ്റെ മാരിനേഷൻ, അപ്പം മാരിനേറ്റ് തിലാപ്പിയയ്ക്ക് അവിടെ 340 റുപ്പീസ് പെർ കിലോഗ്രാമാണ്. പിന്നെ വർക്കൗട്ടിന് ശേഷമുള്ള ക്യുക്കായിട്ടുള്ള ഈ കാർബ് നമുക്ക് എനർജി ഇൻടേക്ക് വരാൻ വേണ്ടി ഒന്ന് ബനാന ഒക്കെ എടുക്കാം. ബനാനയ്ക്കൊന്നും വലിയ വിലയില്ല, പക്ഷേ അതുകൊണ്ട് ഈ ബനാന നോട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഗ്രേപ്പ് ഫ്രൂട്ട് 300 പെർ കിലോഗ്രാം, മാങ്കോയ്ക്കാണെങ്കിൽ 119 മൂവാണ്ടൻ, ഓറഞ്ച് 149, മുട്ടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ 199 30 എണ്ണത്തിന്. എഗ് വൈറ്റ് 204 റുപ്പീസാണ് 500 ml. പക്ഷേ അത് നമ്മൾ മറ്റേ മൊത്തം മുട്ട മേടിച്ച് ചെയ്യുന്നതിനെക്കാട്ടിലും നഷ്ടമാണ്. ഇറ്റ് ഓൺലി മേക്ക് സെൻസ് ഇഫ് യു ആർ സമ്മൺ ഹൂ കൺസ്യൂംസ് എഗ് വൈറ്റ് റോ. പാസ്ചറൈസ്ഡ് എഗ് വൈറ്റ്സ് ആണ്. സോ അപ്പോൾ നമ്മൾ ഷെയ്ക്ക് ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും റോ ആയിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മേടിക്കുന്നതിൽ അർത്ഥമുണ്ട്. അല്ലാത്ത പക്ഷം ഇച്ചിരി കമ്പാരിറ്റീവ്ലി ബഡ്ജറ്റ് വൈസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പെൻസീവ് ആണ്. പിന്നെ വൈറ്റ് പൊട്ടറ്റോ 46 പെർ കിലോഗ്രാം, സ്വീറ്റ് പൊട്ടറ്റോ 59 പെർ കിലോഗ്രാം, ഒലിവ് ഓയിൽ 330 പെർ കിലോഗ്രാം. ഒലിവ് ഓയിലൊക്കെ ഒത്തിരി യൂസ് ചെയ്തൊന്നുമില്ല. നമ്മൾ ഡെയിലി ഫാറ്റ് ഇൻടേക്ക് പീനട്ട് ബട്ടർ, ഹോൾ ഫുഡ്സ് അതായത് ഹോൾ എഗ്, ചിക്കൻ തൈസ്, ബീഫിൻ്റെ തന്നെ ഫാറ്റിൽ എമൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാത്തിൽ നിന്നും കവർ ആകാതെ വരുന്ന കുറച്ച് പോർഷൻ പിന്നെ ഒലിവ് ഓയിൽ വെച്ച് നമ്മൾ കവർ ചെയ്യുമെന്നേ ഉള്ളൂ. പിന്നെ ബസ്മതി 2 കിലോഗ്രാമിന് 249, 5 കിലോഗ്രാമിന് 649 ഇട്ടേക്കുന്നത്. സോ ഇങ്ങനെ നമ്മളെപ്പോഴും കളക്ട് ചെയ്യും. നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഫുഡിനെ ബേസ് ചെയ്ത് നമ്മളൊന്ന് കളക്ട് ചെയ്തിട്ട് നമുക്ക് ഡയറ്റ് ഒരു മാസം ഒരു ഫാൻസി ഡയറ്റ് ഫോളോ ചെയ്തതുകൊണ്ട് കാര്യമില്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ലോങ് ടൈം. ഇപ്പോൾ പണ്ട് സപ്ലിമെൻറ്റ്സിനെ പറ്റി പറയുന്നത് ഞാൻ അത് തന്നെയാണ്. ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ സപ്ലിമെൻറ്റ്സ് എടുക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ മുന്നോട്ടങ്ങോട്ട് എല്ലാ കാലവും നിങ്ങൾക്ക് ആ സപ്ലിമെൻറ്റ്സ് ഡയറ്റിൽ ആഡ് ചെയ്യാനുള്ള ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കിയിട്ട്, അല്ലാതെ ജസ്റ്റ് ഒരു എല്ലാവരും പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നതിൻ്റെ പേരിൽ പ്രോട്ടീൻ പൗഡർ മേടിച്ച് വെച്ചിട്ട് അങ്ങനെ ആ ഒരു ഇതിൽ കാശ് കളഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഫുഡിന് പോലുള്ള കാശില്ലാത്തൊരവസ്ഥ വരരുത്. എന്നുവെച്ചാൽ ചില സമയത്ത് ഡയറ്റിനുള്ള കാശില്ലാണ്ടായി വരും, അല്ലെങ്കിൽ എന്നാ പറയുന്നത് ജിമ്മിന് കൊടുക്കാനുള്ള ഫീസ് ഇല്ലാണ്ടായി വരും. നമ്മൾ
ചിന്തിക്കാൻ നേരം നമ്മളെല്ലാം കൂടെ ചിന്തിക്കണം. ജിമ്മിൻ്റെ ഫീസ് വേണം, എനിക്ക് ഡയറ്റ് ഫോളോ ചെയ്യണം, അത് ഫോളോ ചെയ്യാൻ നേരം ലോങ് ടൈമിലേക്ക് ചിന്തിക്കണം. സേവ് ചെയ്ത് വെച്ച് എല്ലാ മാസവും എനിക്ക് ഡയറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കാശുണ്ടായിരിക്കണം. സോ ദാറ്റ്സ് ഹൗ വി ഡു ഇറ്റ് സ്മാർട്ട്ലി. ലെറ്റ് മീ ഷോ യു ഗൈസ് വാട്ട് ഐ പ്രിപ്പയർഡ് ഇൻ 1 hour. 1 hour പോലും എടുത്തില്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് പച്ചക്കറികൾ അത്യാവശ്യം തീർന്നു. അപ്പം മിച്ചം ഉണ്ടായിരുന്നത് വെച്ച് ഇത് സ്റ്റീം ചെയ്ത് വെച്ചേക്കുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ചിക്കൻ തൈസ്. നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. സോ ആ ഒരു ടൈം മാത്രം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് 300 grams ഓഫ് റൈസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ്. വർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രീ വർക്കൗട്ട് മീൽ എടുത്തിട്ട് ഒരു 1 hour ഗ്യാപ്പ് വേണ്ടി വരും. ബിക്കോസ് ചിക്കൻ തൈസ് ആൻഡ് റൈസ് പിന്നെ കുറച്ച് പച്ചക്കറി അത്യാവശ്യം ഹെവി മീലാണ്. സോ അതെടുത്തിട്ട് വിൽ ബി ഡൂയിങ് അവർ ലെഗ് ഡേ വിത്തൗട്ട് എനി ഫർദർ ഡിലേ. നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നതേ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രപ്പ് ദ പ്രീ വർക്കൗട്ട് മീൽ. ഞാൻ പറഞ്ഞ പോലെ പച്ചക്കറിന് ഒരു പോർഷനും കൂടെ ഇരിപ്പുണ്ട്, റൈസിന് ഒരു പോർഷനും കൂടെ ഇരിപ്പുണ്ട്, ചിക്കന് രാത്രിത്തേക്ക് ഒരു പോർഷനും കൂടെ ഇരിപ്പില്ലേ. ഉണ്ട്, അതിൽ വേറെ എന്തെങ്കിലും കുക്കിയാണ്. ആൻഡ് ഹിയർ നമ്മൾ ഓൾറെഡി 2 ലിറ്റർ വെള്ളം കുടിച്ച് കഴിഞ്ഞു. ഇത് അടുത്ത 2 ലിറ്ററാണ്. ഡെയിലി ഇൻടേക്ക് 4 ലിറ്റേഴ്സാണ് വെച്ചേക്കുന്നത്. അപ്പം ഇതിൽ നിന്നും കാര്യമായ കൺസംഷൻ ഇപ്പോൾ കാണും. ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് ഞാനിപ്പം ലെറ്റ്സേ അവിടെ എങ്ങാനും ചാരിയിരുന്ന് റീൽസൊക്കെ കണ്ടിരിക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി ടൈം വേസ്റ്റേജ് ആയേനെ. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തേക്ക് കൊണ്ടുപോയി ആ പാത്രവും കഴുകി വെച്ചു. അങ്ങനെ ഇവിടെ അത്യാവശ്യം കഴുകി വെക്കേണ്ടിരുന്ന ഷെയ്ക്ക് കൊണ്ടുപോയത് കഴുകി വെച്ചു. എയർ ഫ്രയറിനകത്തായിരുന്നു കുക്ക് ചെയ്തത്, അപ്പോൾ എയർ ഫ്രയർ കഴുകി വെച്ചു. അങ്ങനെ എത്രയും പെട്ടെന്ന് എൻ്റെ ലൈഫ് ഈസി ആക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സെറ്റ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ഇത് അപ്പോൾ തന്നെ നമ്മൾ പാത്രത്തിലാക്കി മൈക്രോവേവിനകത്തോട്ട് ചൂടാക്കാൻ വെച്ചു. ആ സമയം 2 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചു, ഡ്രസ്സ് മാറി, ഇത്ര ചെയ്തുള്ളൂ. എന്നിട്ട് നേരെ ഇവിടെ വന്ന് കഴിക്കാമായിരുന്നു. ഇതിപ്പോൾ കഴിച്ച് കഴിയാൻ നേരം ഒരു 1 hour ഗ്യാപ്പ് ഞാനിടും. ആ 1 hour ഗ്യാപ്പ് ഇടുന്ന ടൈമിൽ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് എല്ലാം അറേഞ്ച് ചെയ്ത് ഞാൻ വെച്ചിട്ടില്ല. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനും നോക്കും. സോ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാനാണ് നോക്കുന്നത്. ഒന്നെങ്കിൽ അറേഞ്ച് ചെയ്ത് വെക്കാൻ നോക്കും, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി ഞാനിപ്പോൾ AWSലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമസോണിൻ്റെ AWS ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആ ക്ലൗഡ് പ്ലാറ്റ്ഫോം ഇച്ചിരി കൂടി പഠിക്കാൻ നോക്കും. അപ്പോൾ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറയുമ്പം ഇത് കഴിച്ച് തീരുന്ന ആ പോയിന്റിൽ 1 hour കഴിയുമ്പോഴേ ഞാൻ ജിമ്മിലോട്ട് ഇറങ്ങണം. എങ്കിലേ എഫിഷ്യൻ്റായിട്ട് ഞാൻ ചിന്തിക്കുന്ന പോലെ എല്ലാം ദിവസങ്ങൾ പോവുകയുള്ളൂ. അപ്പോൾ ഇറ്റ്സ് നോട്ട് അബൌട്ട് നിങ്ങളതാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് അത്രയും ടൈമുണ്ട് കയ്യിൽ, അങ്ങനെയല്ല. ഇതിന് മുന്നേ ഞാൻ 12 hour ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിൽ 13 hours ഒക്കെ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. 10 hours ഒക്കെ ആയിരുന്നു കോമൺ. അപ്പോൾ ആ സിറ്റുവേഷൻസിലെല്ലാം ഞാൻ ജിമ്മിൽ പോകുന്നുണ്ടായിരുന്നു, ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു, കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രയോറിറ്റി. നിങ്ങൾക്കൊരു ഫിസിക്ക് വേണോ, അല്ലെങ്കിൽ ചിലർക്ക് ഫിസിക്ക് ആയിരിക്കണമെന്നില്ല, എന്തെങ്കിലും ഒരു റീസൺ നിങ്ങൾക്ക് വേണം. അതൊരു ഷോർട്ട് ടൈം റീസൺ ആണെന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഒബ്വിയസ്ലി യു വിൽ മേക്ക് സം റിസൾട്ട്. പക്ഷേ ലോങ് ടൈമിൽ ചെയ്യുന്ന ഒരാളോട് അസൂയപ്പെടാൻ മാത്രമേ പിന്നെ പറ്റുള്ളൂ. അപ്പോൾ ഈ മീല് കഴിച്ചിട്ട് നമുക്ക് പയ്യെ അടുത്ത പരിപാടി നോക്കാം. നമ്മളിപ്പോൾ വർക്കൗട്ടിന് പോവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ ക്യാമറ A7 III ആ ഒരു പോർട്ട് പോയിട്ടുണ്ട്, മൈക്രോഫോൺ കണക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ അധികം ജിമ്മിനകത്ത് സംസാരിച്ചിട്ടുള്ള വ്ളോഗുകളൊന്നും ഇല്ലാത്തത്. അപ്പോൾ എനിക്ക് ഓസ്മോ പോക്കറ്റ് 3 എടുത്താൽ എനിക്ക് അത്ര ഒരു ഡെപ്ത് എപ്പോഴും കിട്ടത്തില്ല, മറ്റേ വലിയ ക്യാമറയ്ക്കകത്ത് എടുക്കുന്ന പോലെ. അപ്പോൾ എനിക്ക് അധികം താമസിക്കാതെ അത് മാറ്റാൻ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും കംപ്ലയിൻറ്റ് വരുമെന്നാണ് എല്ലാവരും പറയുന്നത്. സോ ഇറ്റ്സ് ബെറ്റർ. എനിക്ക് തോന്നുന്നു സോണിയുടെ തന്നെ ഒരു മൈക്ക് മേടിക്കാൻ പറ്റുള്ളൂ, എക്സ്റ്റേണൽ ഒരു മൈക്ക് മേടിക്കാൻ കിട്ടും. ഒന്നെങ്കിൽ അത് ചെയ്യണം, അല്ലെങ്കിൽ ക്യാമറ എൻ്റയർലി മാറണം.
ഓക്കെ ആയില്ലേ? കുഴപ്പമില്ല. ഹാസ് ബീൻ എ സ്മോൾ അപ്ഡേറ്റ് മീൽസിൻ്റെ കാര്യത്തിൽ. ഡെയിലി കാലറീസ് എന്ന് പറയുന്നത് 3300 സംതിങ് അടുത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ 400 കാലറീസ് അടുത്ത് എനിക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം തൈസിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ബോൺ ഉണ്ടല്ലോ, അപ്പോൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ആ ബോണിൻ്റെ വെയിറ്റ് അങ്ങ് മൈനസ് ചെയ്യും. അപ്പോൾ അങ്ങനെ മൈനസ് വന്നപ്പോൾ 400 കാലറീസ് റിമൈനിങ് കിടപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം നൈറ്റായി. അപ്പോൾ ഞാനിന്ന് ജിമ്മിൽ അത്യാവശ്യം പല ആൾക്കാരോടൊക്കെ സംസാരിച്ച് അവിടെ നിന്നപ്പോഴത്തേക്കും ഇച്ചിരി സമയം പോയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ സമയം പോയതുകൊണ്ട് തിരിച്ച് വന്നിട്ട് ഒത്തിരി മീൽസ് ഹെവി എടുക്കാനുള്ള ടൈമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷേ എനിക്കൊരു പ്രോട്ടീൻ സോഴ്സ് എടുക്കുകയും വേണം. അപ്പോൾ ഞാൻ ഈ ഒരു സിറ്റുവേഷനിൽ കുക്ക് ചെയ്യാനുള്ള ഗ്യാപ്പും ഇല്ല, എന്നാൽ പെട്ടെന്ന് കഴിച്ചിട്ട് കിടക്കുകയും വേണം. ഇവിടെ നമുക്ക് ഒരു സ്കൂപ്പ് പ്രോട്ടീൻ ആഡ് ചെയ്യാൻ പറ്റും. നാളെ ഇതും കൂടെ നോക്കി ഒരു 400 കാലറീസ് എക്സ്ട്രാ വരുന്ന രീതിയിൽ നാളത്തെ ഫുഡിനകത്ത് എന്നാണ്ടും ആഡ് ചെയ്യാനും കൂടെ നോക്കണം. ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേയ്സ് വ്ലോഗ്. ഐ വിൽ സീ യു ടുമോറോ ഓർ വീഡിയോ എടുക്കാൻ മൂടുള്ളൊരു ദിവസം. Bye bye. Cut.